കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം. പ്രിയപ്പെട്ട നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇങ്ങനെ നിങ്ങളുടെ ക്യാമ്പിൽ 2 സെഷൻ വന്നെടുക്കുവാൻ എന്നെ ക്ഷണിക്കുകയുണ്ടായി. വളരെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. പ്രത്യേകാൽ ആത്മാവിൻ്റെ ഐക്യതയുള്ള ബന്ധത്തിൽ എടുക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. വളരെ സന്തോഷത്തോടെ ഞാനത് അംഗീകരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഈ ഒരു ടോപ്പിക്ക് ഞാൻ വളരെ ദീർഘമായി പല സ്ഥലങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. മനസ്സിൽ ഒരുപാട് പ്രേരണയുണ്ട്. ഇതൊരു ബുക്കാക്കി തീർക്കണമെന്ന് മനസ്സിൽ പ്രേരണയുണ്ട്. സമയത്തിൻ്റെ പരിധി കൊണ്ട് പലതും സാധിക്കാതെ വരുന്നു. എനിക്ക് അനുവദിക്കപ്പെട്ടത് 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂറിൽ 1 മിനിറ്റ് പോലും വെറുതെ കളയാതെ ഞാൻ അതിൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ ആത്മാവിൻ്റെ ഐക്യത. ഈ ആത്മാവിൻ്റെ ഐക്യത ഉണ്ടാക്കുവാനാണ് നാമധേയ ക്രിസ്ത്യാനികൾ എക്യുമെനിക്കൽ മൂവ്മെൻറ്റും വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ക്രിസ്തീയ ഐക്യം യേശുക്രിസ്തു ആവശ്യപ്പെട്ടതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ പ്രയത്നിക്കുകയാണ്. കർത്താവ് അങ്ങനെയുള്ളൊരു ഐക്യമല്ല പറഞ്ഞത്. ഈ നാമധേയ ക്രൈസ്തവരുടെ കൂട്ടത്തിൽ രക്ഷിക്കപ്പെട്ടവരുമുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുമുണ്ട്. അവരുടെ 2 പേരുടെയും കൂടെ ഐക്യത നടക്കില്ല. നമ്മുടെ കർത്താവ് ആഗ്രഹിച്ചത് രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഐക്യതയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് എടുത്തിട്ട് ഈ ഐക്യത എങ്ങനെ പ്രായോഗിക തലത്തിൽ അല്ലെങ്കിൽ സൂക്ഷിക്കാമെന്നുള്ളത് ഞാൻ അതിൻ്റെ ശേഷം എടുക്കാം. എനിക്ക് നൽകിയ സമയത്തിൻ്റെ ഉള്ളിൽ ഞാനത് എടുത്ത് തീർക്കുവാനായിട്ട് ശ്രമിക്കാം. ഈ ആത്മാവിൻ്റെ ഐക്യതയുടെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്താവ് മഹാപൗരോഹിത്യ പ്രാർത്ഥന ശ്രദ്ധിക്കുമ്പോഴാണ്. നമ്മൾ ഓർക്കണം, അവൻ്റെ മുന്നിൽ ക്രൂശുണ്ട്. അവൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. എന്നാൽ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ കഴിച്ച പ്രാർത്ഥനയാണ് 17-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷം. ശിഷ്യന്മാരെയും തന്നിൽ വിശ്വസിക്കുന്നവരെയും പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അവിടെ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് എന്താണെന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറയാം, ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ക്രൂശുമരണത്തിൻ്റെ സമയത്തും നിറഞ്ഞു നിന്ന വലിയ പാഷൻ, ആഗ്രഹം തൻ്റെ ജനത്തിൻ്റെ ഐക്യതയാണ്. ഞാൻ അതൊന്ന് ഓടിച്ച് കാണിച്ചോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാണ് യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ അവൻ്റെ ക്രൂശുമരണത്തിന് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. അവൻ്റെ ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് അവിടെ വായിച്ചാൽ നമുക്ക് കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, 5 പ്രാവശ്യം ഈ അധ്യായത്തിൽ തൻ്റെ ജനത്തിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5 പ്രാവശ്യം. ഓടിച്ചൊന്ന് നോക്കിക്കോ. 11-ാമത്തെ വാക്യം, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. 21-ാം വാക്യം, അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. ഞാൻ അത്യാവശ്യമുള്ളത് മാത്രമേ വായിക്കുന്നുള്ളൂ. അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. അവിടെ തന്നെ വായിക്കുന്നുണ്ട്, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും തമ്മിൽ ആയിത്തീരണം. വീണ്ടും 22-ാമത്തെ വാക്യം, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു. നീ എന്നെ അയച്ചിരിക്കുന്നെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നെന്നും ലോകമറിയാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന്. 23-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന്. 5 പ്രാവശ്യം. എൻ്റെ സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ക്രൂശ് അവൻ്റെ മുന്നിലുണ്ട്. അവൻ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അവൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹം അവനിൽ വിശ്വസിക്കുന്ന ജനത്തിൻ്റെ ഐക്യതയാണ്. നാം ഈ 17-ാം അധ്യായം, എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ആഗ്രഹം
തന്നിൽ വിശ്വസിക്കുന്നവർ ഒന്നായി മാറണം. ആ ഐക്യമെന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം ഒന്നായിരിക്കുന്ന പോലെ. നിങ്ങൾ ആ 23-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന്. ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ? പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ അവർ സാരാംശത്തിൽ ഒന്നാണ്. വ്യക്തിത്വത്തിൽ രണ്ടാമനാണെങ്കിലും അവരൊന്നാണ്. നാം ഒന്നായിരിക്കുന്ന പോലെ അവരൊന്നാകണം എന്ന് പറഞ്ഞാൽ ദൈവജനത്തിൻ്റെ ഐക്യത ദൈവപുത്രൻ എത്ര ആഗ്രഹിച്ചു എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായി വരച്ച് കാണിക്കുന്നുണ്ട്. എന്തിനാണ് ഇതിനു വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചത്? 21-ാം വാക്യം നോക്കട്ടെ. നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകണം. വണ്ടർഫുൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ എന്നെ അയച്ചുവെന്ന് ലോകമറിയണം. ലോകമറിയണമെങ്കിൽ ഇവരൊന്നാകണം. നമ്മുടെ കർത്താവ് പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. ലോകം അറിയാൻ അവരൊന്നായി മാറണം. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അതാണ്. ഈ ആഗ്രഹം മനസ്സിലാക്കിയിട്ടാണ് നോമിനൽ ക്രിസ്ത്യൻസ്, നാമധേയ ക്രൈസ്തവര് ഒന്നിപ്പിക്കുവാൻ ഈ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലും അതുപോലെ എക്യുമെനിക്കൽ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ കർത്താവ് പ്രാർത്ഥിച്ചത്, ഒന്നുകൂടെ ഞാൻ ഊന്നി പറയട്ടെ, കർത്താവ് പ്രാർത്ഥിച്ചത് രക്ഷിക്കപ്പെട്ട തന്നിൽ വിശ്വസിച്ച ജനത്തിൻ്റെ ഐക്യതയാണ്. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ശിഷ്യഗണങ്ങൾക്ക് ഇതറിയാമായിരുന്നു. അവർ ഒന്നിച്ചു കൂടിയപ്പോൾ അപ്പോസ്തലപ്രവൃത്തികളോട്ടൊന്ന് നോക്കിക്കട്ടെ. ഒരു നിമിഷം ഞാൻ ആദ്യത്തെ ഏതാനും മിനിറ്റ് ഇതൊന്ന് പറഞ്ഞു വിട്ടിട്ട് ആ പ്രായോഗിക തലത്തിലേക്ക് വന്നോളാം. എൻ്റെ മനസ്സിൽ ഇത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം. ഒന്നായി തീരണം, ശിഷ്യന്മാർ ഒന്നാകണം, ലോകം വിശ്വസിക്കാൻ അവരൊന്നാകണം, നീ എന്നെ അയച്ചെന്ന് ലോകം അറിയണം. 1-ാം അധ്യായം നോക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. വിത്ത് വൺ അക്കോർഡ്. 2:44 അവിടെ വീണ്ടും വായിക്കുന്നു: എല്ലാവരും ഒരുമിച്ചിരുന്നു, ഒരുമനപ്പെട്ടു. വീണ്ടും 2:46 അവർ ഒരുമനപ്പെട്ടു. 4:24 അവിടെ വീണ്ടും വായിക്കുന്നു: ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ടു, അവരൊന്നിച്ച് പ്രാർത്ഥിച്ചു, ഒന്നിച്ചവർ ഇരുന്നു, ഒന്നിച്ചവർ ഭക്ഷിച്ചു, അവരൊന്നായി കണ്ടു. ഒന്നാലോചിച്ച് നോക്കിയേ. അവരുടെ ഇടയിൽ ആവശ്യങ്ങളിലുള്ളവർക്ക് സ്വന്തം ആവശ്യം പോലെ അവരുടെ വസ്തുവകൾ വിറ്റ് കൊടുത്ത് അവരുടെ ആവശ്യങ്ങൾ അവർ നോക്കുമ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന അവർ ആശ്ചര്യമായി നിറവേറ്റുകയായിരുന്നു. തീർന്നില്ലേ? ഈ കർത്താവിൻ്റെ ആഗ്രഹം നിറവേറ്റുവാൻ അവനിത് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് കടന്നുപോയി. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. ആത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആദ്യം ചെയ്തത് എന്താണ്? ആത്മസ്നാനത്താൽ അവരെ ഒന്നാക്കി മാറ്റി. 1 കൊരിന്ത്യർ 12:13 വാക്യം. 1 കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു. ആത്മസ്നാനം പുതിയ നിയമസഭയ്ക്ക് മാത്രമുള്ളതാണ്. നമ്മൾ ഓർക്കണം, ആത്മാവിൻ്റെ പ്രവൃത്തി മറ്റ് യുഗങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ ആത്മസ്നാനം എന്ന് പറയുന്നത് പുതിയ നിയമസഭയ്ക്ക് മാത്രമാണ്. ആത്മസ്നാനത്താൽ എന്താണ് നടന്നത്? വ്യത്യസ്തരായിരുന്ന ആളുകളെ ഒന്നാക്കി മാറ്റി, ക്രിസ്തുവിൻ്റെ മാർമിക ശരീരമാക്കി മാറ്റി. ആത്മസ്നാനം. യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നു, ശിഷ്യന്മാർ ഒന്നിച്ചിരിക്കുന്നു, ആത്മാവ് ഇറങ്ങി വന്നവരെ ഒന്നാക്കി മാറ്റുന്നു. വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് വിടാം എന്നാഗ്രഹിക്കുകയാണ്. നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. എല്ലാ ഞായറാഴ്ചയും നമ്മൾ വന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കുന്നു. കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ
അവിടെ നുറുക്കപ്പെടുന്ന അപ്പം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയാണ്. എന്നാൽ ആ ശരീരം ആ അപ്പം കർത്താവിൻ്റെ ശരീരത്തെ മാത്രമല്ല ഓർപ്പിക്കുന്നത്. പിന്നെന്തുകൂടെയാ ഓർപ്പിക്കുന്നേ? ആ 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നോക്കിയേ. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാണ്. എൻ്റെ സൗരന്മാരെ, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാണ്. ഒരു പ്രാദേശിക സഭ ഒന്നിച്ചു കൂടി വരുമ്പോൾ അവരൊന്നാണെന്ന് ആ മേശയിലിരിക്കുന്ന അപ്പം കാണിക്കുന്നു. ക്രിസ്തുവിൻ്റെ നുറുക്കപ്പെട്ട ശരീരം മാത്രമല്ല, അവൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് അവരെ ആത്മസ്നാനത്താൽ ഒന്നാക്കി തീർത്തു. ഞങ്ങൾ ഒന്നാണെന്ന് ഒന്നിച്ചപ്പം നുറുക്കുന്നവർ പ്രഖ്യാപിക്കുകയാണ്. കണ്ടോ ആത്മാവിൻ്റെ ഐക്യത എത്ര പ്രാധാന്യതയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ബാക്കി ഭാഗങ്ങൾ വിടാതെ എനിക്ക് നിവൃത്തിയില്ല, സമയം അല്ലെങ്കിൽ അനുവദിക്കില്ല. വളരെ പ്രാധാന്യത പുതിയ നിയമ ഉപദേശങ്ങളിൽ ഭയങ്കര പ്രാധാന്യതയാണ് യേശുക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. യു ആർ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദി ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് ഒരു പ്രാദേശിക സഭയാണ് കാണിക്കുന്നത്. അവർ ക്രിസ്തുവിൻ്റെ സഭയാണ്. ആ ഐക്യതയും ആ ബന്ധവും പരസ്പരമുള്ള ബന്ധവും പ്രാദേശിക സഭ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ അവിടെ നിർത്തട്ടെ. ഞാൻ ഇനി എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. ആത്മാവിൻ്റെ ഐക്യത യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ അടങ്ങാത്ത വാഞ്ച. അവൻ്റെ ക്രൂശുമരണത്തിന് മുമ്പ് 5 പ്രാവശ്യം ദൈവസഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഐക്യത്തിൻ്റെ സ്റ്റാൻഡേർഡ്, പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ അവരൊന്നാകണം. നമ്മളിവിടെ പരാജയപ്പെട്ടു എന്ന് ആലോചിച്ചേ. പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെ നാം ഒന്നായി മാറണം. എന്തിനാണ്? നമ്മൾ കണ്ടു, നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിപ്പാൻ അവരൊന്നാകണം. നമ്മുടെ കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർത്തു. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ, ഒന്നായി തീരുമ്പോൾ മറ്റുള്ളവർ പറയും നിങ്ങൾ അവൻ്റെ ശിഷ്യന്മാരാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇങ്ങനെ ഐക്യതയുള്ള സ്ഥലസഭകളിലാണ് ആളുകൾ രക്ഷിക്കപ്പെടും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു. എത്ര മനോഹരം, എത്ര ശുഭം. അവിടെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ശാശ്വതമായ ജീവനും അവൻ കൽപ്പിക്കുകയാണ്. അവൻ കൽപ്പിക്കുകയാണ്. ദൈവസഭയുടെ വളരെ ശക്തമായ ഒരു ചുമതല ഇവിടെ നമ്മൾ കാണും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്ത് വില കൊടുത്തും ഈ ഐക്യത ദൈവസഭ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ പ്രായോഗികമായ വശത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ആ ഭാഗം പഠിക്കാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾ രാവിലെ ശ്രദ്ധിച്ച് കാണും. എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ എന്തൊക്കെയാ കേട്ടതെന്നൊക്കെ. പക്ഷെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അതിൻ്റെ ഏറ്റവും പ്രാധാന്യതയുള്ള ഭാഗം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യമാണ്. അവിടെ പ്രായോഗിക തലത്തിലുള്ളതുകൂടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. നോക്കാം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ കണ്ടു. തിരുവചനത്തിലൂടെ ശ്രദ്ധിക്കുകയായിരുന്നു, ഓടിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു. ആത്മാവിൻ്റെ ഐക്യതയുടെ പ്രാധാന്യത നമ്മൾ കണ്ടു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ, കർത്തൃ സേവനിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവരും എല്ലാവരും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഈ ഭാഗവും നോക്കി. ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഊന്നി ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ ആത്മാവിൻ്റെ ഐക്യത ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. പലരും എന്നെ വല്ലാതെ നോക്കുന്നുണ്ട്. നിങ്ങൾ ആ വാക്യം ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആത്മാവിൻ്റെ ഐക്യത ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ദൈവം ഉണ്ടാക്കിയ ആത്മാവിൻ്റെ ഐക്യത സൂക്ഷിക്കാനേ പറഞ്ഞിട്ടുള്ളൂ.
കണ്ടോ, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. ആത്മാവിൻ്റെ ഐക്യത ഉണ്ടാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളെ ആത്മശാനത്താൽ ഒന്നാക്കി മാറ്റി. നമുക്കത് സാധിക്കുകയില്ല. ദൈവം ചെയ്തു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തിയതാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് സൂക്ഷിക്കാനായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇത് സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഈ ഭാഗത്തൊന്ന് ഓർപ്പിച്ചോട്ടെ. എഫേസ്യ ലേഖനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യത്തെ 3 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ നിത്യപദ്ധതി. ആദ്യത്തെ 3 അധ്യായത്തിൽ ദൈവത്തിൻ്റെ നിത്യപദ്ധതി, ക്രിസ്തുവിൻ്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ നിത്യപദ്ധതി 3 അധ്യായത്തിലൂടെ വെളിപ്പെടുത്തി തന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 4 തൊട്ടുള്ള അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളെ, അല്ലെങ്കിൽ ന്യൂ സൊസൈറ്റി, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സൊസൈറ്റിയെ ദൈവം വാർത്തുണ്ടാക്കുകയാണ്. അതാണ് പുതിയ നിയമസഭ. അവിടെ 2 കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നു. എഫേസ്യർ 4-ന്റെ 1-ാമത്തെ വാക്യം തുടങ്ങി 5-ാം അധ്യായത്തിൻ്റെ 21 വരെയുള്ള വാക്യം നോക്കുമ്പോൾ 2 കാര്യങ്ങൾ ഈ പുതിയ സമൂഹത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 16 വാക്യം. 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 16 വാക്യം യൂണിറ്റി, ഐക്യത. ഈ വന്നിരിക്കുന്ന ഈ പുതിയ നിയമ സഭയുണ്ടല്ലോ, ഈ പുതുതായി ദൈവം സൃഷ്ടിച്ചെടുത്ത കൂട്ടരുണ്ടല്ലോ, അവര് ഐക്യത. അതാണ് 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 16 വാക്യം. പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചാൽ 4-ന്റെ 17 തൊട്ട് 5-ന്റെ 21 വരെ അവരുടെ പ്യൂരിറ്റി, അല്ലെങ്കിൽ വിശുദ്ധി. 2 കാര്യം ദൈവം ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം ആദ്യത്തെ 3 അധ്യായത്തിൽ ദൈവപുത്രന്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ടവരിലൂടെ ഒരു കൂട്ടരെ ദൈവം സൃഷ്ടിച്ചെടുക്കുകയാണ്. ഉന്നത തലത്തിൽ ഇരുത്തിയിരിക്കുന്ന സ്വർഗീയ ജനമായ ഒരു കൂട്ടം ആളുകളെ ഭൂമിയിൽ വാർത്തെടുത്തു. അവർ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മൾ ഓർക്കണം, കർത്താവിനെ ക്രൂശിക്കുമ്പോൾ തീർന്നു, അവനെ ക്രൂശിച്ച് തീർത്തേക്കാം. അതായിരുന്നു അവൻ്റെ ശത്രുക്കളുടെ ആഗ്രഹം. പക്ഷേ അവർ മനസ്സിലാക്കിയില്ല. അവനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു ശരീരം വേണം ഒരു ആളെ വെളിപ്പെടുത്താൻ. ഉദാഹരണമായിട്ട് കർത്താവ് ജഡമെടുത്തു. ആ ജഡമെടുത്തിട്ടാണ് കർത്താവ് പിതാവിനെ വെളിപ്പെടുത്തിയത്. അവൻ്റെ വാക്കുകളിലൂടെ, അവൻ്റെ പ്രവൃത്തികളിലൂടെ സ്വർഗീയ പിതാവിനെ അവൻ വെളിപ്പെടുത്തി. കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നു അവനെടുത്ത ശരീരം മൂലം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവനെ അങ്ങ് തീർത്തേക്കാമെന്ന് കരുതി, പക്ഷെങ്കിൽ ഒരു മാർമിക ശരീരമുണ്ടായി. ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുന്ന ഒരു മാർമിക ശരീരം, അവനെ വെളിപ്പെടുത്തുന്ന ഒരു മാർമിക ശരീരം. ആ ശരീരത്തിന്റെ ശിരസ് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലുള്ള ശിരസുമായി ബന്ധപ്പെട്ട് ഒരു ശരീരമാണ് പുതിയ നിയമ സ്ഥലസഭ, അല്ലെങ്കിൽ പുതിയ നിയമ സഭകൾ. ആ സഭ നമ്മൾ കണ്ടതുപോലെ ഒരു പുതിയ ഒരു കൂട്ടരാണ്, ഒരു ന്യൂ സൊസൈറ്റിയാണ് ദൈവം ഉണ്ടാക്കിയത്. അവരുടെ വിശുദ്ധിയും അവരുടെ യൂണിറ്റിയും, അല്ലെങ്കിൽ അവരുടെ ഐക്യതയും അവരുടെ വിശുദ്ധിയും ദൈവം ആഗ്രഹിക്കുന്നു. എഫേസ്യർ 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 16 വാക്യങ്ങളിൽ അവരുടെ യൂണിറ്റി, അവരുടെ ഐക്യതയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് ഇനിയും വിഷയത്തിലേക്ക് വരാം. പ്രായോഗികമായ തലത്തിലേക്ക് വരികയാണ് നമ്മൾ. ഇനിയുള്ള സമയം നമ്മൾ പ്രായോഗിക കാര്യത്തിലേക്ക് വരികയാണ്. എങ്ങനെ ഈ ആത്മാവിൻ്റെ ഐക്യത നമുക്ക് സൂക്ഷിക്കാം? അതിൻ്റെ 7-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 7-ാമത്തെ വാക്യം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നതാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധികൾ അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. ഈ നടപ്പിനെ കുറിച്ച് കുറേയേറെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം നടപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നടക്കേണ്ടത് 2-ാം വാക്യം, ദീർഘക്ഷമയോടെ നടക്കണം. നിങ്ങൾ നടക്കേണ്ടത് വ്യർത്ഥബുദ്ധികളായിട്ടല്ല,
അജ്ഞാനികളായിട്ടല്ല. നിങ്ങൾ ഈ ജാതികൾ നടക്കുന്ന പോലെ അല്ല നടക്കേണ്ടത്. നിങ്ങളുടെ ഐക്യതയും വിശുദ്ധിയും നിങ്ങൾ പ്രകടമാക്കുവാൻ ആവശ്യമാണ്. ഞാൻ ആ ഭാഗമിരുന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ യോഗ്യമാമണ്ണം നടക്കണം എന്ന് രേഖപ്പെടുത്തുന്നു. നമ്മളിവിടെ വായിക്കുന്നു, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം നടക്കണം. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയപ്പോൾ നമുക്കറിയാം, പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ലാംഗ്വേജിലാണ്, ഗ്രീക്ക് ഭാഷ. ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആക്സിയോസ് എന്നാണ്. ആക്സിയോസ് എന്ന വാക്കിൽ നിന്നാണ് ആക്സിസ് എന്ന വാക്ക് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ത്രാശ്, ഈ ത്രാശിൻ്റെ തട്ട്, അതിനെ ഇങ്ങനെ സന്തുലിത അവസ്ഥയിൽ കൊണ്ടുവരിക, അതിനെ കിളത്തി കൊണ്ടുവന്ന് ഒരേ ലെവലിലാക്കുക. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ 3 അധ്യായത്തിൽ മുഴുവൻ നമുക്ക് വേണ്ടി ദൈവപുത്രൻ ചെയ്ത മഹത്വപൂർണമായ കാര്യം പറഞ്ഞ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ മഹത്വം വെളിപ്പെടുത്തി ഒരു പുതിയ സമൂഹമായി നമ്മളെ സൃഷ്ടിച്ചിട്ട് പ്രായോഗിക തലം 4-ാം അധ്യായം തുടങ്ങി പറയുമ്പോൾ വിളിച്ച വിളിക്ക് യോഗ്യമാകുക, നിങ്ങളുടെ പ്രായോഗിക ജീവിതം ഉപദേശത്തിനൊത്തവണ്ണം ഉയർത്തിക്കൊണ്ടുവരിക. അത് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നു. 3-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഐക്യത ഉണ്ടാക്കാനല്ല പറഞ്ഞത്, ഐക്യത ഉണ്ടാക്കി കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ട ഉടനെ നമ്മളോട് പറഞ്ഞിട്ടില്ല ആത്മസ്നാനം അന്വേഷിക്കാൻ. രക്ഷിക്കപ്പെട്ട ഉടനെ നമ്മളെ കർത്താവിൻ്റെ ശരീരമാക്കി മാറ്റി. ക്രിസ്തീയ ഗോളത്തിൽ ശരിയായ വിശ്വാസികളുടെ 2 വാദമുണ്ട് കേട്ടോ. എനിക്കറിഞ്ഞുകൂടാ എന്ന് ചിന്തിക്കരുത്. 2 വാദമുണ്ട്. ഒന്ന്, ആത്മസ്നാനം ഒരിക്കൽ നടന്നാണ്, ഇനി ആവർത്തിക്കില്ല, ക്രൂശ് പോലെ ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്നു. വേറൊരു കൂട്ടർ പഠിപ്പിക്കുന്നു, അല്ല, രക്ഷിക്കപ്പെടുന്നവരെ ആത്മസ്നാനത്താൽ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർക്കുന്നു. ഞാൻ കുറേ ഇരുന്ന് നോക്കി, പണ്ഡിതന്മാർ 2 ഭാഗത്തുമുണ്ട്. എൻ്റെ വിശ്വാസം 2ാമത്തെ കൂട്ടരെയാണ്. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ ആത്മസ്നാനത്താൽ എന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കണമെന്നില്ല, 2 ഭാഗത്തും വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മളെ ആത്മസ്നാനത്താൽ ക്രിസ്തുവിൻ്റെ ശരീരമാക്കി മാറ്റി. ആ ശരീരത്തിൻ്റെ ഐക്യത നോക്കുക. ഈ ഐക്യത കാത്തു സൂക്ഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ പറയുകയാണ്, 3-ാം വാക്യത്തിൽ പറയുകയാണ്, അത് കാപ്പാൻ ശ്രമിക്കുക. നമുക്കൊരു ആഹ്വാനം തരികയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ endure to keep the unity of the spirit. endure, സഹിക്കുക. ഈ ആത്മാവിൻ്റെ ഐക്യത നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സഹിക്കുക. NIV എന്ന് പറയുന്ന ന്യൂ ഇന്റർനാഷണൽ വേർഷൻ ഭാഷാന്തരത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, മേക്ക് എവറി എഫേർട്ട് ടു കീപ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ഐക്യത സൂക്ഷിക്കാൻ എല്ലാ പ്രയത്നവും നിങ്ങൾ ചെയ്യണം. വേറെ ഒരു ഭാഷാന്തരത്തിൽ ലിറ്ററൽ ട്രാൻസ്ലേഷൻ, ബീയിങ് ഈഗർ ടു കീപ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ഐക്യത കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ വളരെ ജാഗരൂകരായി ഈഗറായിട്ടിരിക്കണം. നമ്മുടെ ചുമതല ഇവിടെ ഓർപ്പിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ സകല പ്രയത്നവും കഴിക്കണം. നമ്മളിൽ ഉണ്ടാക്കിയെടുത്ത ആ ആത്മാവിൻ്റെ ഐക്യത നമ്മൾ കാത്തു സൂക്ഷിക്കാൻ കടമ്പെട്ടവരാണ്. അതാണ് പ്രായോഗിക തലം. ഈ ഭാഗം എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് കേട്ടോ, എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. എൻ്റെ സഭാജീവിതത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, ചില വ്യക്തികളുണ്ട്. പക്ഷെങ്കിൽ ഈ ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തു, ആത്മാവിൻ്റെ ഐക്യത ഞാൻ സൂക്ഷിക്കണമല്ലോ, ഞാൻ സഹിക്കണം, ഞാനത് കാത്തു സൂക്ഷിക്കാൻ അധ്വാനിക്കണം, ഞാൻ വളരെ പ്രയത്നിക്കണം, ഞാൻ പലതും സഹിക്കുകയും വിട്ടുകളയുകയും ഒക്കെ ചെയ്യണം. പക്ഷെ അതിന് പ്രതിഫലം കർത്താവിൻ്റെ നാളിൽ ഉണ്ട് കേട്ടോ. ഞാനത് ചൂണ്ടിക്കാണിക്കാം. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മോട് 4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഈ ആത്മാവിൻ്റെ ഐക്യത പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ, ആത്മാവിൻ്റെ ഐക്യത അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ 4 കാര്യങ്ങൾ ചെയ്യണം. അവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ, 2-ാം വാക്യം, പൂർണ്ണ വിനയത്തോടെ, 2 സൗമ്യതയോടെ, 3 ദീർഘക്ഷമയോടെ നടക്കുകയും, 4 സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും.
ഈ 4 കാര്യങ്ങളാണ് ആത്മാവിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ആ 2-ാം വാക്യം നിങ്ങൾ നോക്കിക്കേ. 1 പൂർണ്ണ വിനയം, 2 സൗമ്യതയോടെ, 3 ദീർഘക്ഷമയോടെ, 4 സ്നേഹത്തിൽ അന്യോന്യം പൊറുത്തുകൊണ്ട് ആത്മാവിൻ്റെ ഐക്യത സമാധാനബന്ധത്തിൽ സൂക്ഷിക്കണം. ആത്മാവിൻ്റെ ഐക്യത പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ 4 കൂട്ടം കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. ഈ പുതിയ സമൂഹം അതൊന്നായി പ്രവർത്തിക്കണമെങ്കിൽ, ഈ ആത്മാവിൻ്റെ ഐക്യത കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഈ 4 കൂട്ടം കാര്യം ആവശ്യമാണ്. എന്താണ് ഇവിടെ ദൈവം ഉദ്ദേശിച്ചതെന്ന് നമുക്ക് നോക്കാം. 1, ആദ്യം പറഞ്ഞത് എന്താ? ആദ്യം പറഞ്ഞത് പൂർണ്ണ വിനയം. പൂർണ്ണ വിനയം, വിത്ത് ഓൾ ലോലിനെസ്. NIV ഭാഷാന്തരം, ബി കംപ്ലീറ്റ് ഹംബിൾ. ബി കംപ്ലീറ്റ് ഹംബിൾ. ലിറ്ററൽ ട്രാൻസ്ലേഷൻ, വിത്ത് ഓൾ ഹ്യൂമിലിറ്റി. എല്ലാ വിധമായ ആ വിനയം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതിൻ്റെ നേരെ എതിരാണ് എന്ത്? പ്രൈഡ്, അഹന്ത. അഹന്തയുടെ നേരെ എതിരാണെന്ത്? ഈ വിനയം. വിശ്വാസ സമൂഹം, സഭാ ജീവിതം ഐക്യതയിൽ കാത്തു സൂക്ഷിക്കപ്പെടണമെങ്കിൽ വിനയം ആവശ്യമാണ്. പ്രൈഡ് ഉണ്ടെങ്കിലോ, അഹന്തയുണ്ടെങ്കിലോ, ഒരു വാക്യം നമുക്ക് വായിക്കാം, എന്നിട്ട് ഇവിടെ മടങ്ങി വരാം. സദൃശ്യവാക്യം 13-ാം അധ്യായം എടുത്താട്ടെ. സദൃശ്യവാക്യം 13-ാമത്തെ അധ്യായം. സദൃശ്യവാക്യം 13-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, 13-10. അഹങ്കാരം കൊണ്ട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. വാക്കുണ്ടോ? അഹങ്കാരം കൊണ്ട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. പ്രൈഡ്, പ്രൈഡ്, അഹങ്കാരം, അഹന്ത വിവാദങ്ങൾ ഉണ്ടാക്കും. എന്നാൽ പൂർണ്ണ വിനയമുള്ളൊരു മനുഷ്യന് സമാധാനത്തോടെ ജീവിപ്പാൻ കഴിയും. ആ ആത്മാവ് സൃഷ്ടിച്ച ആത്മാവിൻ്റെ ഐക്യത അവന് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. എന്താണ് ഈ പൂർണ്ണ വിനയം എന്നുള്ളതിൻ്റെ ആശയം ദൈവം ഉദ്ദേശിക്കുന്നത്? ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമം നടത്തി. 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. പൂർണ്ണ വിനയമുണ്ടാകണമെങ്കിൽ പരസ്പര ബന്ധം, നമ്മുടെ സഭാ ജീവിതത്തിൽ അന്യോന്യമുള്ള ബന്ധത്തിൽ പൂർണ്ണ വിനയം വേണമെങ്കിൽ 2 കാര്യം വേണം. 1, എൻ്റെ ഒന്നുമില്ലായ്മ, എൻ്റെ ഒന്നുമില്ലായ്മ. 2, എൻ്റെ സഹോദരൻ്റെ വില. മൈ വർത്ത്ലെസ്നെസ് ആൻഡ് ഹിസ് വർത്ത്. അവൻ്റെ വില, അവൻ്റെ മഹത്വം, അവനെ വീണ്ടെടുത്ത കർത്താവ്, അവൻ്റെ വില എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. എൻ്റെ സഹോദരൻ്റെ ഉന്നത നിലവാരം ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാനോ ഒന്നുമില്ലാത്തവനാണ്, ഞാൻ വെറും നിസ്സാരനാണ്, ഞാനൊരു അല്പപ്രാണിയാണ്, ഒരു ശ്വാസത്തിൻ്റെ ഉടമയാണ്, എനിക്കിവിടെ പുകഴാനൊന്നുമില്ലേ. അങ്ങനെയുള്ള മനുഷ്യൻ വിനയപ്പെടും. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് തിങ്കളാഴ്ച തൃശ്ശൂർ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പെന്റിക്കോസ്റ്റൽ മീറ്റിംഗ് ആണ്, അവരുടെ ഒരു വലിയ മീറ്റിംഗ് കണക്കാണ്. അവിടെ ശുശ്രൂഷിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ അവിടെ എടുത്തൊരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. 2 കുടുംബങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. ഓടിച്ചു നോക്കാം, അതെടുക്കാനൊന്നും നേരമില്ല. ഞാൻ 1 മണിക്കൂർ കൊണ്ട് എടുത്താണ് അത്. അവിടെ ഉൽപ്പത്തി പുസ്തകം 4-ഉം ഉൽപ്പത്തി പുസ്തകം 5-ഉം അധ്യായം. ഞാനതിൻ്റെ കാതലായ വിഷയം പറയാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കായീൻ്റെ വംശം, അവർ ദുഷ്ടന്മാരാണ്, അവർ ദൈവത്തെ ആരാധിക്കുന്നില്ല, അവർ പട്ടണം പണിയുന്നു, മക്കളുടെ പേരിടുന്നു, 2 ഭാര്യമാരെ എടുക്കുന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, സൗന്ദര്യത്തിന് പ്രാധാന്യത കൊടുക്കുന്നു, ലോകത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അവരുടെ 7-ാമനാണ് പറയുന്നത്, അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ കായീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്താൽ ലാമക്കിന് വേണ്ടി 70 ഇരട്ടി പകരം ചെയ്യും. കാരണം 15-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, ആരെങ്കിലും കായീനെ കൊന്നാൽ 7 ഇരട്ടി പകരം കൊടുക്കണം. അപ്പം ദൈവം പകരം കൊടുത്താൽ 7 കൊടുക്കുള്ളൂ, ഞാൻ 70 ഇരട്ടി കൊടുക്കും. അഹന്തയുടെ വാക്കുകളാണ്, അഹന്ത. അവർ ദൈവത്തെ ആരാധിച്ചിട്ടില്ല, അവിടെ എഴുതിയിട്ടില്ല ആരാധിച്ചുവെന്ന്. എന്നാൽ അടുത്ത ഒരു കുടുംബത്തെ ദൈവം നമുക്ക് പരിചയപ്പെടുത്തുന്നു. ആരാണത്? ശേത്തിന്റെ വംശം. ശേത്തിന്റെ വംശം.
നിങ്ങൾ നോക്കിക്കേ, 4-ാം അധ്യായത്തിന്റെ 25 തൊട്ട് ശേത്തിന്റെ വംശത്തിലാണ് നോഹ പിറക്കുന്നത്. നിങ്ങൾ താഴോട്ട് നോക്കിയാൽ ഈ ശേത്തിന്റെ വംശം ആദ്യം നമുക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അങ്ങ് പറയാം. നോക്കുക, ശേത്തിന്റെ വംശം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 25-ാം വാക്യത്തിന്റെ അവസാനം, കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നെന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, അവൻ ഏനേഷ് എന്ന് പേരിട്ടു. അടുത്ത ഭാഗം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോണം. ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നില്ലായിരുന്നു. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഇവിടെയാണ്. എന്താ അതിൻ്റെ കാരണം? അവിടെ കാരണമുണ്ട്. എന്താ കാരണമെന്നറിയാമോ? അവിടെ ദൈവം എനിക്കൊരു സന്തതിയെ തന്നു. ദൈവം എന്നുള്ള വാക്ക് അവിടെ എലോഹീം എന്നാണ്. എലോഹീം എന്ന വാക്കിന്റെ അർത്ഥം സർവശക്തനായ ദൈവം, ഓമിനിപോട്ടന്റ് ഗോഡ്, വലിയവനായ ശക്തിയുള്ള ദൈവം. അവർക്ക് കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് അവർ പേരിട്ട് എന്താണ്? ഏനോഷ്. നോക്കിയേ, എലോഹീം, ഏനോഷ്. ഏനോഷ് എന്ന് പറഞ്ഞാൽ മരിക്കുന്ന മനുഷ്യൻ, മർത്യൻ, പൊടിയുന്ന മനുഷ്യൻ, ഒന്നുമില്ലാത്തവൻ. എലോഹീം, ഏനോഷ്. ദൈവത്തിന്റെ വലിപ്പം കണ്ടു. ഞങ്ങൾ ഒന്നുമില്ല, മരിക്കുന്നവരാണെന്ന് കണ്ടു. അക്കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ദൈവത്തെ അവർ ആരാധിച്ച് തുടങ്ങിയത് അവരുടെ ഒന്നുമില്ലായ്മ കണ്ടപ്പോൾ, അവരുടെ നിസ്സാര അവസ്ഥ കണ്ടു, അവർ മരിക്കുന്നവരാണെന്ന് കണ്ടു. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. നമ്മുടെ വിഷയത്തിൽ വരാം. നമ്മൾ ഓർക്കുകയായിരുന്നു പൂർണ്ണ വിനയം. എൻ്റെ സഹോദരൻ്റെ വലിപ്പം ഞാൻ അറിയണം, അവൻ വിലയുള്ളവനാണെന്ന് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഞാൻ നിസ്സാരനാണ്, ഞാൻ വെറും മർത്യനാണ്, ഞാനൊരു ഏനോഷാണ്, ഞാനൊരു വായുവിൻ്റെ മാത്രം ശക്തിയിൽ നിൽക്കുന്നവനാണ്, ഒന്നുമില്ലാത്തവനാണ്. അവിടെ പൂർണ്ണ വിനയമുണ്ടാകും. ഇല്ലെങ്കിൽ എന്തോ സംഭവിക്കും? അഹന്തയുണ്ടാകും. നമ്മൾ സദൃശവാക്യത്തിൽ കണ്ടു, അങ്ങനെയുള്ളിടത്ത് സകലവിധ കലക്കവും ഉണ്ടാകും. സഭാജീവിതത്തിൽ പ്രായോഗികമായി ദൈവം സൃഷ്ടിച്ച ഐക്യത കാത്തു സൂക്ഷിക്കാൻ ഈ പൂർണ്ണ പ്രതിഫലം വേണം. ഈ വിനയം വേണം. ഞാൻ അതോട് ചേർത്തൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ അങ്ങനെ വലിയ വിനയമുള്ളവരായി, മറ്റുള്ളവരെ ശ്രേഷ്ഠൻ തന്നെ ഞാൻ ഒന്നുമില്ലാത്തവനായി പൂർണ്ണ വിനയമുള്ളവനായി ജീവിച്ചാൽ ലോകത്തിൽ ഭാഗ്യവാന്മാരെന്ന് മറ്റുള്ളവരെയാ പറയുന്നത്. എന്നാൽ ദൈവം ഒരു കാര്യം പറഞ്ഞു, അതാണ് എനിക്ക് പറയാനുള്ളത്. സ്വർഗം സോഷ്യലിസം അല്ല. സ്വർഗത്തിൽ എല്ലാവരും ഒരുപോലെ അല്ല. പലരുടെയും ചിന്ത നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സോഷ്യലിസമാണ്, എല്ലാവരും ഒരുപോലാണ്. അല്ലെന്ന് എനിക്ക് കർത്താവിൻ്റെ വാക്കുകളിലൂടെ തെളിയിച്ചു തരാം. വേണമെങ്കിലൊന്ന് എടുത്തു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ഒന്ന് എടുത്തു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, അവിടെ 19-ാമത്തെ വാക്യം. ആകയാൽ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവൻ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് വല്ലതും പറഞ്ഞോ? അവൻ സ്വർഗത്തിൽ പോകും. ഉപദേശമൊക്കെ തെറ്റിപ്പോയാലും രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ സ്വർഗത്തിൽ പോകും. പക്ഷേ അവിടെ കർത്താവ് പറഞ്ഞ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി പഠിപ്പിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അവന് ചെറിയവനെന്ന് വിളിക്കപ്പെടും. അടുത്ത ഭാഗം നോക്കി, അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ പ്രതിഫലങ്ങൾ തരുമ്പോൾ അവിടെ വ്യത്യാസമുണ്ടാകും ദൈവജനം അനുസരിക്കുന്നതിനുള്ള ബന്ധത്തിൽ. ഇപ്പം നമ്മൾ കണ്ടു, ചെറിയവനുണ്ട്, വലിയവനുണ്ട്. അടുത്ത ഭാഗം കൂടെ ശ്രദ്ധിക്കുക, അതാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. 18-ാം അധ്യായം നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഇതും കർത്താവ് പറഞ്ഞ വാക്കാണ്. 18:4. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. കണ്ടോ, ഇവിടെ വിനയപ്പെടുന്നവൻ, ഇവിടെ പൂർണ്ണ വിനയമുള്ളവൻ, ഇവിടെ ഒരു ശിശുവിനെ പോലെ ആയിത്തീരുന്നവൻ, ഇവിടെ ഒന്നുമില്ല, ഒരു കൊച്ചു കുഞ്ഞ്, ഒരു കുഞ്ഞിനെ പോലെ തന്നെത്താൻ താഴ്ത്തുക. അവൻ വല്ലതും വഴക്കുണ്ടാക്കാൻ വരുമോ? ഇല്ലേ. ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ. കർത്താവ് എന്താ പറഞ്ഞത്? അവൻ സ്വർഗത്തിലെ ഏറ്റവും വലിയവനായിരിക്കും. ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കാതെ ഞാൻ എടുത്ത് പറയട്ടെ. അവന് ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി
മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ക്രൂശിലെ മരണം എന്ന് പറഞ്ഞാൽ പരിഹാസവും തിരസ്കരണവും ഒക്കെ ആയിട്ടുള്ള ഒരു മരണമാണ്. ആർക്കും വേണ്ട. സമൂഹം അവനെ തള്ളിക്കളഞ്ഞതാണ്. അവൻ കുരിശെടുത്തുകൊണ്ട് നടന്നാൽ അവനെ തിരസ്കരിച്ചിരിക്കുന്നു സമൂഹം എന്നുള്ളതിൻ്റെ നാമിയാണ് ആ കുരിശുമെടുത്തോണ്ട് പോകുന്നത്. എൻ്റെ സഹോദരന്മാരെ, നമ്മൾ പ്രത്യേകം ഓർക്കുക, നമ്മുടെ കർത്താവ് മരിക്കാൻ തയ്യാറായെന്ന് മാത്രമല്ല, ഫിലിപ്പിലെ ലേഖനത്തിൽ പറയുന്നു മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചത്താലും ആന കുത്തി ചാടും. വേറെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലോറി ഇടിച്ച് വേണം ചാകാൻ, ചത്താലും ആന കുത്തി ചാകണം എന്ന് പറഞ്ഞാൽ മരണത്തിലും ഒരു ഡിഗ്നിറ്റി. കർത്താവോ ക്രൂശിലെ മരണം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. പൂർണ്ണ വിനയം. ദൈവം ഉണ്ടാക്കിയ ഐക്യത സൂക്ഷിക്കാൻ സന്നദ്ധരായി, പൂർണ്ണ വിനയമുള്ളവരായി, എൻ്റെ സഹോദരനെ വലിയവനെന്ന് ഞാൻ എണ്ണിക്കൊണ്ട്, ഞാൻ ഒന്നുമില്ലാത്തവനെന്ന് എണ്ണിക്കൊണ്ട് പൂർണ്ണ വിനയത്തിൽ ഐക്യത കാത്തു സൂക്ഷിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ അന്ന് പ്രതിഫലം വീതിക്കുന്ന ദിവസമുണ്ടല്ലോ, സ്വർഗത്തിൽ നമ്മളെ മാനിക്കുന്ന ദിവസം. ഒരു ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനായി മാറും. സഹോദരന്മാരെ, ഇതിന് പ്രതിഫലമുള്ളതാണ് കേട്ടത്. ഇതിന് പ്രതിഫലമുള്ളതാണ് ഈ പൂർണ്ണ വിനയത്തിന്. 2 നമുക്ക് നോക്കാം. ബാക്കി സമയം കൊണ്ട് ബാക്കി 3 കൂടെ തീർക്കണമല്ലോ. 2 സൗമ്യത, മീക്ക്നെസ്. അത് ഗ്രീക്കിൽ പ്രാവോസ് എന്ന വാക്ക് യമനന്മാർ ഉപയോഗിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലാകും. ശക്തി നിയന്ത്രണമായ ശക്തിയുള്ളവരുടെ മര്യാദ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, അതായത് കാളയൊക്കെ നല്ല ശക്തിയുള്ള മൃഗങ്ങളാണ്. ആന എത്രയോ ശക്തിയുള്ളതാണ്. പക്ഷേ അതിനെ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ശാന്ത സ്വഭാവമായി. കാള നുകത്തിൻ്റെ കീഴിൽ അത് ഉഴുതു കൊടുക്കുകയാണ്, യജമാനൻ്റെ ഭാരം വലിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കർത്താവിനെ, ഇതാ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ, ബിഹോൾഡ് മൈ സെർവൻറ്റ്, എൻ്റെ ദാസനെ ഒന്ന് നോക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവനെ വരച്ചു കാണിക്കുവാൻ ദൈവം പഴയ നിയമ യാഗങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ലേവ്യ പുസ്തകം 1-ാം അധ്യായം എടുത്ത് നോക്കണം. ആ യാഗങ്ങൾ മുഴുവൻ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറഞ്ഞ യാഗം ഏതാണെന്നറിയാമോ? നിന്റെ വഴിപാട് കന്നുകാലികളിൽ നിന്നാണെങ്കിൽ ഊനമില്ലാത്ത ഊനമില്ലാത്ത ആണായിരിക്കണം. കന്നുകാലികളിൽ ഊനമില്ലാത്ത ആണ ഏതാണ്? കാള. കാള എന്തിനെ കാണിക്കുന്നു? ദാസന്റെ സ്ഥാനമാണ്. യജമാനനെ അറിയുന്ന, യജമാനന്റെ ഭാരം വലിക്കുന്ന, യജമാനന്റെ വയൽ ഉഴുതു കൊടുക്കുന്ന, യജമാനനെ അനുസരിക്കുന്ന ഒരു മൃഗമാണ് കാള. ദൈവപുത്രനെ വരച്ചു കാണിക്കാൻ പഴയ നിയമത്തിൽ യാഗത്തിൽ ആദ്യം പറയുന്നത് കാളയാണ്. ശക്തന്മാരുടെ ശക്തി നിയന്ത്രിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ് സൗമ്യത എന്ന് പറയുന്നത്. കർത്താവ് തന്നെ പറഞ്ഞ വാക്ക് നമുക്കറിയാം. മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ. യെസ്, അവൻ എങ്ങനെയായിരുന്നു? പത്രോസ് രേഖപ്പെടുത്തി. 1 പത്രോസ് 2:23 വായിക്കണ്ട. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. ഭീഷണം പറഞ്ഞിട്ട് ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരിമേൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ മുന്നിൽ ആര് നിൽക്കും? കർത്താവിന് പ്രതികാരം ചെയ്താൽ അവരൊക്കെ ഭസ്മമായി പോകും. തന്നെ ശകാരിച്ചപ്പോൾ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്നും പറഞ്ഞ് അട്ടഹസിച്ചപ്പോൾ അവൻ ഇറങ്ങി വന്നുകൂടെ? ഇവർക്ക് ആർക്കെങ്കിലും അവനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഞാനാണ് സൗമ്യതയുള്ളവൻ. ശക്തന്മാരുടെ നിയന്ത്രിക്കപ്പെട്ട ശക്തി, സൗമ്യത. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ള മനുഷ്യനാണ്. ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഈ ആത്മാവിനാൽ നിറയപ്പെടുവാൻ പറഞ്ഞിട്ടുണ്ട്. ഗലാത്യലേഖനം 5:22-23 വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പറയുന്നതിൽ ഒരു ഫലം എന്താണെന്ന് ചോദിച്ചാൽ സൗമ്യതയാണ്. ആത്മനിറവുള്ളവർക്ക് ആത്മാവിൻ്റെ ഫലം കാണാൻ കഴിയും. അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സൗമ്യത. ലോകത്തിൽ ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യൻ ആരായിരുന്നു? മോശ.
സംഖ്യാപുസ്തകം 12:3 ദൈവം പറയുന്നുണ്ട്, മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസമർത്ഥനായി അതിസൗമ്യനായിരുന്നു. ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യൻ. തൻ്റെ സഹോദരൻ, തൻ്റെ സഹോദരി, തൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ തനിക്കെതിരായി പിറുപിറുത്തു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവരെ നശിപ്പിക്കാൻ മോശെ ആഗ്രഹിച്ചില്ല. തനിക്കെതിരായി ജനങ്ങൾ മൊത്തം തിരിഞ്ഞു. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, എന്നെ അങ്ങ് കൊന്നേരെ, നീ അവരെ അങ്ങ് വിട്ടേരെ. അതാണ് ഭൂതലത്തിലുള്ള സകല മനുഷ്യരിൽ സൗമ്യനായവൻ്റെ സ്വഭാവം. യെസ്, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതിനും പ്രതിഫലമുണ്ട്. ഇതിനും പ്രതിഫലമുണ്ട്. എവിടെയാ കാണുന്നത്? മത്തായിയുടെ സുവിശേഷം 5:5. കർത്താവിൻ്റെ മലമ്പ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ വാക്ക് നോക്കിക്കട്ടെ. അവിടെ ഇങ്ങനെ പറഞ്ഞു കർത്താവ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. യഹൂദന്മാരായ ശിഷ്യന്മാരോട് യേശുക്രിസ്തു മലമ്പ്രഭാഷണം നടത്തുമ്പോൾ, ബ്ലെസ്സഡ് ആർ ദ മീക്ക്, ഫോർ ദേ ഷാൽ ഇൻഹെറിറ്റ് ദ ലാൻഡ്. അവർക്കറിയാം അത് കനാൻ നാടിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കനാൻ നാടെന്ന് പറഞ്ഞാൽ, എനിക്ക് അല്പം ദീർഘമായി എടുക്കണമെന്നുണ്ട്. ഞാൻ പ്രവചനം പ്രസംഗിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. കനാൻ എന്ന് പറയുന്നത് ദൈവം പറഞ്ഞു നല്ല ദേശം. നിങ്ങൾ ആവർത്തനം 8-7-10 വരെ വായിച്ചു നോക്കിയേ. നല്ല ദേശമെന്ന് ദൈവം പറഞ്ഞ ഒരു സ്ഥലമേ ഉള്ളൂ, അത് കനാൻ ദേശമാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു അവിടെ 7 കൂട്ടം ഫലങ്ങളുണ്ട്. മുന്തിരി, ഒലിവ്, ഗോതമ്പ്, യവം, തേന്, ഇങ്ങനെ 7 കൂട്ടം ഫലങ്ങൾ പറഞ്ഞു. മരുഭൂമിയിൽ ജീവിച്ച 40 വർഷം നടന്നവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മന്ന, ഉച്ചയ്ക്ക് കഴിക്കാൻ മന്ന, വൈകിട്ട് കഴിക്കാൻ മന്ന. എത്ര ദിവസം കഴിക്കണം? ജീവിതം മുഴുവൻ. സുഖമാണോ? സുഖമാണോ? എന്നും രാവിലെ ഈ മന്ന, ഉച്ചയ്ക്ക് മന്ന, വൈകിട്ട് മന്ന, പിറ്റേ ദിവസവും അത്, അടുത്ത ദിവസവും അത്, 40 വർഷം അത് തിന്നുക. ദൈവം എന്താ ഉദ്ദേശിച്ചത്? അപ്പുറത്ത് കനാനിലെ ഫലഭൂഷ്ടമായ ദേശം അവിടെ കൊണ്ടുവന്നാക്കാനാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. 7 കൂട്ടം ഫലങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ സൗമ്യതയുള്ളവർ, വിനയമുള്ളവർ, ശക്തി നിയന്ത്രണ വിധേയമാക്കിയവർ, ജെന്റിലായിട്ടുള്ളവർ, അവരാണ് ദൈവപുത്രൻ വിഭാവനം ചെയ്ത ഈ സ്വർഗരാജ്യം അനുഭവിക്കുന്നത്. സ്വർഗരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ആത്മാവിൻ്റെ ഐക്യത കാത്തു സൂക്ഷിക്കാൻ 1 പൂർണ്ണ വിനയം വേണം, 2 സൗമ്യത വേണം. സൗമ്യത നമ്മൾ കണ്ടു, അതിനും പ്രതിഫലമുണ്ട്. ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് ആനന്ദം ഹൃദയത്തിൽ തരും. 3 ദീർഘക്ഷമ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 2-ാം വാക്യത്തിൽ പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമ. ദീർഘക്ഷമ, ലോങ് സഫറിങ്. ഇംഗ്ലീഷിലെ NIV-യിൽ പേഷ്യൻ്റ്. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവമാണ്. മനുഷ്യനോട് ദീർഘമായി ക്ഷമിക്കുന്നു. അവൻ പ്രതികാരം ചെയ്യാതെ ദീർഘമായി ക്ഷമിക്കുന്നു. സ്നേഹം എന്ന് പറയുന്നത് ദീർഘമായി ക്ഷമിക്കുന്നതാണ്. സ്നേഹത്തിൻ്റെ അധ്യായമാണല്ലോ 1 കൊരിന്ത്യർ 13. അതിൻ്റെ 4-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ദീർഘമായി ക്ഷമിക്കുന്ന സ്നേഹം, ഗുഡ്നസ്, അത് ദൈവത്തിൻ്റെ ഒരു ദയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ഏറ്റവും ദീർഘായുസ്സോടെ ജീവിച്ച മനുഷ്യൻ ആരാണ്? മെഥൂശലേഹാണ്. മെഥൂശലേഹ് നോഹയുമായിട്ടുള്ള ബന്ധം എന്തുവാ? നോഹയുടെ വല്യപ്പനാണ്. നോക്കിക്കാട്ടെ, മെഥൂശലേഹ് 5-ാം അധ്യായത്തിൻ്റെ 22. മെഥൂശലേഹ് ലാമക്കിനെ ജനിപ്പിച്ചു, ലാമക്ക് നോഹയെ ജനിപ്പിച്ചു. അപ്പം നോഹയുടെ വല്യപ്പനാ മെഥൂശലേഹ്. ഈ മെഥൂശലേഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? മെഥൂശലേഹ് ജനിച്ചു കഴിയുമ്പോഴാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുന്നത്. അതെന്തിനാ ദൈവത്തോടു കൂടെ ഈ മെഥൂശലേഹ് ജനിച്ചിട്ട് നടക്കുന്നത്? മെഥൂശലേഹ് ഒരു പ്രവാചകനായിരുന്നു.
ദൈവം മെഥൂശലഹിന് വെളിപ്പെടുത്തി കൊടുത്തു, നിനക്കിപ്പം ജനിച്ച മകനുണ്ടല്ലോ, അവൻ മരിക്കുമ്പോൾ ദൈവം ന്യായവിധി നടത്തും ലോകത്തെ. അപ്പൊ അവന് പേരിട്ടു മെഥൂശലഹ്. മെഥൂശലഹ് എന്ന വാക്കിന്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. നോഹ പ്രസംഗിക്കുകയാണ്. നോഹയുടെ പ്രസംഗം എന്തായിരുന്നെന്നറിയാവോ? ഞാൻ പറയാം എന്താ പ്രസംഗിച്ചെന്ന്. എൻ്റെ വല്യപ്പച്ചന് 900 വയസ്സായി, എൻ്റെ വല്യപ്പച്ചന് 905 വയസ്സായി, എൻ്റെ വല്യപ്പന്മാരൊക്കെ മരിച്ച പ്രായം കഴിഞ്ഞു, എൻ്റെ വല്യപ്പച്ചൻ മെഥൂശലഹ് എപ്പം വേണേലും മരിക്കും. അവൻ മരിച്ചാൽ ജലപ്രളയം വരും, നിങ്ങൾ പട്ടണത്തിൽ കയറിക്കോ. എൻ്റെ വല്യപ്പന് പ്രായം കഴിഞ്ഞു, അവൻ എപ്പം വേണേലും മരിക്കും, മരിച്ചാൽ ഇവിടെ ജലപ്രളയം വരും. മെഥൂശലഹിനെ മുന്നിൽ കണ്ടുകൊണ്ട് നോഹ പ്രസംഗിക്കുകയാണ്. നിങ്ങൾ നോയിക്കോ, 969 വർഷം ജീവിച്ചു. മെഥൂശലഹ് മരിച്ചു, ജലപ്രളയം വന്നു. എൻ്റെ വിഷയത്തിൽ ഞാൻ വരട്ടെ. ഈ മെഥൂശലഹിന് ഇത്രയും ആയുസ് നീട്ടിക്കൊടുത്തതിൻ്റെ കാരണം എന്നാ? അവൻ മരിച്ചാൽ ജലപ്രളയം വരും. ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. ജനങ്ങൾ കയറട്ടെ, ജനങ്ങൾ അനുദപിക്കട്ടെ, ജനങ്ങൾ പെട്ടകത്തിൽ കയറട്ടെ, ജനങ്ങൾ നശിച്ചു പോകാതിരിക്കട്ടെ. ദൈവം ദീർഘക്ഷമ കാണിച്ചു, പക്ഷെ അവരത് തിരസ്കരിച്ച് കളഞ്ഞു. മെഥൂശലഹിന് ഇത്രയും ആയുസ് കൊടുത്തത് ദൈവത്തിൻ്റെ ദീർഘക്ഷമ കാണിക്കുകയാണ്. അവസാനമായി ഒരു കാര്യം കൂടെ, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. ഫോർബിയറിംഗ് വൺ അനദർ ഇൻ ലവ്. ശരിയായ ഭാഷാന്തരം ഹോൾഡ് ഹിം അപ്പ്. നിന്റെ സഹോദരനെ താങ്ങുക, അവന്റെ വീഴ്ചയിൽ അവനെ താങ്ങുക, അവന്റെ ബലഹീനതയിൽ അവനെ താങ്ങുക. ഹോൾഡ് ഹിം അപ്പ്. അവനെ വീണുപോകാൻ അനുവദിക്കരുത്. നിന്റെ കരം കൊണ്ട് അവനെ താങ്ങുക. സ്നേഹത്തിൽ നീ പൊറുക്കണം അവനോട്. അവൻ പൂർണ്ണനായിട്ടില്ലേ, അവന്റെ ജീവിതത്തിൽ കുറവുകൾ വന്നേക്കാം, അവനോട് ക്ഷമിക്കണം. ഹോൾഡ് ഹിം അപ്പ്. നിങ്ങളോട് രാവിലെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, വില്യം ബാക്ക്ലെ എന്ന് പറയുന്ന ഗ്രീക്ക് ഭാഷയുടെ ഒരു പണ്ഡിതനോട് എഴുതിയ കമൻട്രി ഉണ്ട്, വില്യം ബാക്ക്ലെ. അതിനകത്ത് പുള്ളി ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിൽ മായ്ക്കാനായിട്ട് നിവൃത്തിയില്ല. ഞാൻ അതുകൊണ്ട് അതോടെ പറയട്ടെ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്, നമ്മൾ എങ്ങനെ ക്ഷമിക്കണമെന്ന്. ഞാനത് ഓടിച്ചൊന്ന് പറഞ്ഞേക്കാം. അതിനകത്ത് കാതലായത് മാത്രം ഞാൻ പറയാം. ഒരുത്തന് അവൻ്റെ യജമാനന് 10,000 താലന്ത് കടംപെട്ടിരുന്നു. ഞാൻ എല്ലാ കണക്കും എടുക്കുന്നില്ല. ഈ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്, അത് വീട്ടാനൊക്കത്തില്ല. യജമാനന് മനസ്സിലായി ഞങ്ങൾ വീട്ടിൽ കൊടുത്തു. അന്നേരം അവൻ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ അവന് ഇച്ചിരി കടംപെട്ട ഒരുത്തനെ കണ്ടൊരു കൂട്ടുദാസനെ അവൻ്റെ കൊങ്ങായി കയറി അങ്ങ് പിടിച്ചു. അവൻ എത്ര കൊടുക്കാനുള്ളത്? 100 വെള്ളിക്കാശ്. 10,000 താലം തിളച്ച് കിട്ടി. അവന് കടംപെട്ടിരിക്കുന്നു സഹോദരൻ 100 വെള്ളിക്കാശ്. ഇതിൻ്റെ ഗൗരവം മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ വില്യം ബാക്ക്ലെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇത് പറയുന്നത് ഞാൻ ഇങ്ങനെ പറയട്ടെ. ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇത് കണക്കാക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ 10,000 താലന്ത് അന്നത്തെ കാലത്ത് ഏതാണ്ട് 24 ലക്ഷം സ്റ്റെർലിംഗ് പൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപയിൽ കണക്കാക്കിയാൽ 16 കോടി വരും. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് 16 കോടി വരും. 100 വെള്ളിക്കാശോ? 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 5 പൗണ്ടാണ്. ഇന്ത്യൻ റുപ്പീസിൽ 333 രൂപ. 333 രൂപ. ഇളച്ച് കിട്ടിയത് 16 കോടി. ഒരു സഹോദരൻ കടംപെട്ടിരിക്കുന്നത് 333 രൂപ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വീണ്ടും, ഈ 10,000 താലന്ത് മുഴുവൻ നാണയത്തിലാക്കി 6 പെൻസ് നാണയത്തിലാക്കിയാൽ 60 റാത്തിലുള്ള ചാക്കുകളിൽ ഈ നാണയങ്ങൾ കെട്ടിവെച്ചാൽ 8,600 ചുമട്ടുകാർ വേണം അത് ചുമക്കാൻ. 8,600 ചുമട്ടുകാർ. അവരെ 1 യാർഡ് അകലത്തിൽ നിർത്തിയാൽ ഈ 8,600 ചാക്കെടുത്തവർ 5 മൈൽ നീളത്തിൽ നിൽക്കും. അതാ കടം. 5 മൈൽ നീളത്തിൽ നിൽക്കും. 333 രൂപ അത് നാണയമാക്കിയാൽ പോക്കറ്റിലിടാം. അപ്പം നമുക്ക് ഇളച്ചു തന്നത് ദൈവം. ഒന്ന് ആലോചിച്ച്, 16 കോടി. നമുക്ക് കടംപെട്ടത് 333 രൂപ. 18-ാം അധ്യായത്തിൻ്റെ 32ഉം 33ഉം വാക്യം, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ?
അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ്റെ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിച്ചവരുടെ കയ്യിലേൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരോട് സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കഴിഞ്ഞാൽ സ്വർഗസ്വനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. സഹോദരന്മാരെ, നമ്മൾ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഇത്രയും ഓർത്താൽ മതി. ആ ക്രൂശിൻ്റെ ചോട്ടിൽ ക്ഷമിക്കാൻ നമുക്ക് വകയുണ്ട്. എന്ത് തെറ്റും ചെയ്തോട്ടെ, എനിക്കിളച്ച് കിട്ടിയത് 16 കോടിയാണ്. എൻ്റെ സഹോദരൻ കടംപെട്ടിരിക്കുന്നത് 333 രൂപയുള്ളൂ. ഞാൻ ക്ഷമിക്കാൻ എത്രയോ കടംപെട്ടവനാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ലോക ജീവിതം കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്ന ദിവസമുണ്ട്. അന്ന് പ്രതിഫലങ്ങൾ വീതിക്കും, നമ്മളെ ആദരിക്കും. ഞാൻ നിർത്തുന്നു, എൻ്റെ സമയം തീരുന്നു. എൻ്റെ സഹോദരന്മാരെ, ആത്മാവിൻ്റെ ഐക്യത ദൈവം ഉണ്ടാക്കി, പരിശുദ്ധാത്മാവ് ഉണ്ടാക്കി. കർത്താവ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഓരോ പ്രാദേശിക സഭയും ഐക്യത കാത്തു സൂക്ഷിക്കാൻ കടംപെട്ടവരാണ്. അതിന് ഉണ്ടാക്കാനല്ല പറഞ്ഞത്, സൂക്ഷിക്കാൻ പറഞ്ഞു. എല്ലാ പ്രയത്നവും അതിന് കഴിക്കണം. 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. 1, നമ്മൾ ഓർത്തു പൂർണ്ണ വിനയം. എൻ്റെ ഒന്നുമില്ലായ്മ എൻ്റെ സഹോദരൻ്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കുക. 2, സൗമ്യത. എൻ്റെ ശക്തിയൊക്കെ നിയന്ത്രണ വിധേയമാക്കി സൗമ്യതയുള്ളവനായി ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവനായി ഞാൻ ജീവിക്കണം. 3, നമ്മൾ ഓർത്തു ദീർഘമായി ക്ഷമിക്കണം. 4, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ബെയറിങ് വൺ അനദർ. ഈ 4 കാര്യങ്ങൾ ഒരു വിശ്വാസി പ്രായോഗികമാക്കിയാൽ ഒരിക്കലും സഭയിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. ദൈവമുണ്ടാക്കിയ ആത്മാവിൻ്റെ ഐക്യത സൂക്ഷിക്കാൻ കഴിയും. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ഇതിന് പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഏറ്റവും വലിയവൻ നമ്മൾ ഓർത്തതുപോലെ ഇവിടെ ഒരു ശിശുവിനെ പോലെ വിനയപ്പെടുന്നവനാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രായോഗിക തലത്തിലുള്ള കാര്യം, ഈ ആത്മാവിൻ്റെ ഐക്യത പ്രായോഗിക തലത്തിൽ എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളത് ഞാൻ എടുക്കുകയുണ്ടായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.